ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മളിന്ന് കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസിൻ്റെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം ഞങ്ങളുടെ ഇവിടെ ഉത്സവം തുടങ്ങിയതുകൊണ്ട് അവിടെ പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് വരുമെന്ന് കരുതിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, എന്നാലും എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരക്കീരയാണ്. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. ഇതാണ് ആ ഇല, മധുരക്കീര. അപ്പം ഞാനും പാറും സിദ്ധൂട്ടനും ഉണ്ട്. അപ്പോൾ നമ്മളത് നുള്ളാൻ വേണ്ടിയിട്ട് മുൻവശത്തോട്ട് പോയപ്പോൾ അവിടെ ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും അതെല്ലാം എടുത്തിട്ട് വീണ്ടും അടുക്കള ഭാഗത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇത് ഇത്രയും കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നണമെങ്കിലും സംഭവം കുറച്ചേ ഉള്ളൂ. ഈ കുട്ടയിലോട്ട് അതെല്ലാം ഒന്നൊന്നായിട്ട് എടുത്തിട്ടിട്ട് അതിനെ നമ്മൾ കഴുകി അരിഞ്ഞെടുക്കണം. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് എനിക്ക് ജലദോഷവും പനിയൊക്കെയാണ്. അപ്പോൾ സൗണ്ട് കുറച്ച് അടപ്പുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ പാറു ഉണ്ടാക്കിയൊരു സംഭവമാണ്. എന്താണ് പാറു അത് പേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. അപ്പോൾ ഇത് നമ്മുടെ മധുരക്കീര ഇപ്പോൾ ഇളക്കിയെടുത്തതാണ്. അതിന് നന്നായിട്ട് കഴുകി ആ കുട്ടയ്ക്കകത്തോട്ട് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്ത് തോരൻ വയ്ക്കണം. നോർമൽ നമ്മൾ തോരൻ വയ്ക്കുന്നത് പോലെ തന്നെയാണ് തോരൻ വയ്ക്കുന്നത്. അറിയാമെന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഒരു മീൻ കറിയും വെച്ചിട്ടുണ്ട്, നെത്തോലി മീൻ, അതും വയ്ക്കും. ചോറ്, തോരൻ, പിന്നെന്താ മീൻ വറുത്തത്. ഇത്രയാണ് ഇന്നത്തെ ആഹാരം. അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി അരിയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മീനിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് കഴിയട്ടെ. വോയിസ് ഓവർ കൊടുക്കണോണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ തോരത്തിന് അരിഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നോർമൽ തോരൻ വയ്ക്കും പോലെ തന്നെ ഈ ഇലയിട്ട് കിണ്ടി ഇളക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ പാറു ഓടി കേട്ടാ. കടുക് പൊട്ടിച്ച സമയത്ത് പാറുട്ടി ഓടി. അത് കഴിഞ്ഞ് പാറുവാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. പിന്നെ കുറച്ച് ഇല ഇട്ട് ഒന്ന് അമങ്ങി വന്ന സമയത്താണ് ഞാൻ ബാക്കിയുള്ള ഇലയും കൂടെ ഇടുന്നത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിണ്ടി എടുക്കാൻ പാടായിരിക്കും. കണ്ടോ, അത്രയും ഇല എടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ തോരൻ. ആ ചട്ടിയുടെ ലാസ്റ്റ് മൂട്ടിൽ കിടക്കണം ആ ഒരു ഇതിനേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പം നേരത്തെ തന്നെ ഞാൻ തേങ്ങയും അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇനി ഒരു 5-6 ദിവസത്തേക്ക് ഇങ്ങനെ വോയിസ് ഓവർ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം താഴെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അവിടെയാണ് ഈ സ്പീക്കർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് പാറവ് സംസാരിക്കുന്നുണ്ട്. മീനിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇത് നെത്തോലി മീനാണ്. നെത്തോലി മീൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ന് മീൻ ഇറക്കാൻ എൻ്റെ കൂടെ പാറുവും കൂടെ വരുന്നുണ്ട്. പാറു ജനിച്ച് ഇപ്പോഴാദ്യമായിട്ടാണ് പാറു ഇങ്ങനെയുള്ള മീൻ കൈകൊണ്ട് തൊടണത്. അതിൻ്റെ ഒരു ഇത് പറയേണ്ടത് കാര്യമൊക്കെ ഉണ്ട്. പാറു ഒരു 2 വിരൽ കൊണ്ടാണ് ആ മീൻ എടുക്കുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാണിച്ചു തരാം. ഞാൻ ആദ്യം 2-3 മീൻ നുള്ളി ഇടുമ്പോഴാണ് അവൾ പറയണത് മീൻ നുള്ളാൻ വരാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മീൻ നുള്ളണതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് അവൾ വന്നുടനെ ആ മീൻ എടുത്ത് 2 ഞെക്കിയതിൽ ആ മീനിൻ്റെ മുള്ള് മാത്രം കയ്യിലൊന്ന് ചതയെല്ലാം കൂടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും പ്രസ് ചെയ്യണ്ട, പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിദ്ധൂട്ടനാണ് നമ്മൾ മീൻ അറുത്തോണ്ടിരുന്ന സമയത്ത് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ മീൻ പാറ കണ്ട 2 വിരൽ കൊണ്ട് പാറ മീനെടുത്ത് നുള്ളി എടുക്കുന്നുണ്ട്.
കണ്ട ഒറ്റ ഞെക്ക് അതിൻ്റെ കൊണ്ടയോടെ അത് ഇളകി വന്നു. ഇത് തൊട്ട ഉടനെ അങ്ങ് പിഞ്ഞ് വരണ. അപ്പം ഞാൻ വിചാരിച്ച് കട്ടിയുള്ള ഇതായിരിക്കുന്നു. വലിയ മീൻ അതുപോലെ അല്ലേ ഇരിക്കുന്നു. വലിയ മീൻ പോലെ അവൾ ചെറിയ മീനിലിട്ട് ഞെക്കിയെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ മീൻ നുള്ളി. പാറു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ നുള്ളാൻ പഠിച്ച്. അങ്ങനെ പാറു മീൻ നുള്ളാനും പഠിച്ച് അല്ലേ പാറു? അങ്ങനെ നമ്മൾ മീനെല്ലാം നുള്ളി കഴിഞ്ഞ് ഈ മീനിനുള്ള കൂട്ടൊക്കെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊക്കെ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഉത്സവത്തിൽ അവിടെ പാട്ടിട്ടിരുന്നതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് മ്യൂട്ട് അടിച്ചിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഞാൻ കുറേ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കേട്ടോ. അതിന് നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ വെള്ളത്തിൽ കഴുകിയാണ് അതിൻ്റെ ആ ഒരു ഇത് കളഞ്ഞത്. അങ്ങനെ കഴുകി വൃത്തിയാക്കി. കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് കറി വയ്ക്കുന്നുണ്ട്. കറി വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. പൊരിക്കണതും എല്ലാവർക്കും അറിയാം. എന്നാലും ഇത്രയും കഴുകി വൃത്തിയാക്കിയ സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് പൊരിക്കണത് മാത്രം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കണോണ്ടാണ് ഇതിൽ സിദ്ധൂട്ട ഇല്ലാത്തത് കേട്ടോ. സിദ്ധൂട്ടന് പ്രത്യേകിച്ച് ഈ മീൻകറി വയ്ക്കണതിൽ വലിയ റോളൊന്നുമില്ല. അവന് വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അവൻ വോയിസ് ഓവറിൽ വരാത്തത്. അപ്പോൾ ആറും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു ശകലം മല്ലിപ്പൊടി ഇട്ട്, ഉപ്പും ഇട്ട്, കുരുമുളകും ഇട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് എടുത്ത് പൊരിക്കുകയുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടത് കുരുമുളകാണേ. ഇപ്പം ഉപ്പും ഇതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊരിക്കാനൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഇത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്യേണ്ടി വന്നത്. എന്നാലും കുഴപ്പമില്ല, 2-3 ദിവസത്തേക്ക് ക്ഷമിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വിരകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. വെച്ച് ഞാൻ ഇത് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ കുറച്ചിടാൻ കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ സംഭവം ഉള്ളത് കൊണ്ടാണ് കുറച്ചിട്ടത്. എന്നിട്ട് ഫോൺ താഴെ വെച്ചിട്ട് അടുത്ത് കുറച്ച് ഇട്ടിട്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മീനൊക്കെ പൊരിച്ച് റെഡിയായിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.